മാനേജ്മെന്റിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുന്നത്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പോളിടെക്നിക്കിന് മുൻപിൽ നിരാഹാര സമരം തുടങ്ങിയിരുന്നു. ഇതിന് അനുഭവം പ്രകടിപ്പിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകരെ ഉപരോധിച്ചിരുന്നു. ഈ അവസരത്തിലാണ് ക്യാമ്പസ് അടച്ചുപൂട്ടിയത്. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പിനായി വെള്ളിയാഴ്ച വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായും അധ്യാപകരുമായും ഡിവൈഎസ്പി ചർച്ച നടത്തും. ചർച്ചയിൽ ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. കൊടുവള്ളി CI ഇടപെട്ട് പോലീസും ഇടപെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്കുള്ള അവസരമൊരുക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 10:30 മണിക്ക് ഡിവൈഎസ്പി ഓഫീസിൽ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളടങ്ങുന്ന പ്രിൻസിപ്പാൾ അടങ്ങുന്ന സംഘത്തെ ഓരോ വിദ്യാർത്ഥി സംഘങ്ങളിൽ നിന്നും 2 പ്രതിനിധികൾ വീതം പങ്കെടുക്കുന്ന ഒരു ചർച്ചയ്ക്കുള്ള അവസരമാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. പക്ഷേ ആ ചർച്ചയ്ക്കുള്ള അവസരം ഒരുങ്ങിയപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം, ഇന്ന് സമരത്തിനിറങ്ങിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. നാളെയും മറ്റന്നാളും കോളേജിനകത്ത് റെഗുലർ ക്ലാസ് ഉണ്ട്. അത് ഈ സമരത്തെ ബാധിക്കുമെന്ന ആശങ്ക ഞങ്ങൾക്കുണ്ടായതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇവിടെ കോളേജ് തീരുമാനമാകും വരെ, അതായത് വെള്ളിയാഴ്ചയാണ് ചർച്ച, ആ വെള്ളിയാഴ്ചത്തെ തീരുമാനം വരുന്നത് വരെ കോളേജ് തുറക്കാൻ പാടില്ല എന്നൊരാവശ്യം കൂടി വിദ്യാർത്ഥി സംഘങ്ങൾ മുന്നോട്ട് വെച്ചു. അനാവശ്യമായി വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ചുമത്തുന്നതിനെതിരെ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ റിവാലുവേഷൻ സ്വീകരിക്കുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. മാനേജ്മെന്റിന്റെ പകപോക്കലിനെതിരെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ശക്തമാക്കിയത്. ക്യാമ്പസിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, PTA രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.